हरे कृष्णा सर्वम कृष्ण अर्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा ഭവനപുരേശൻ की जय ഇന്ന് നമ്മുടെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. കുറേ നാളായി നമ്മളിങ്ങനെ അന്നദാനം കൊടുത്തിട്ടില്ലേ. ഹരേ കൃഷ്ണ. ഇന്നലെ കുചേലദിനായിട്ട് നമ്മൾ കുറേ അവിൽക്കിഴികൾ ഭഗവാന് സമർപ്പണം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അവിൽക്കിഴികളെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് അന്നദാനം കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എല്ലാവരും ലൈവിൽ വരട്ടെ. ഞാൻ ഇനി പേര് എക്സ്ട്രാ വായിക്കണ്ടല്ലോ. സീരിയൽ നമ്പർ 1 to 137 വരെയുള്ള അന്നദാനമാണ് ഇന്ന് പോകുന്നത് കേട്ടോ. 137 അന്നദാനമാണ്. അപ്പോൾ എല്ലാവരും ലൈവിൽ വരട്ടെ. என்ன தம்பி? ஓகே. ഹരേ കൃഷ്ണ. ഉണ്ടാക്കി വന്നപ്പോ ഇന്ന് 137 ഭക്ഷണമാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പൊ ബാക്കി അന്നദാനം നമുക്ക് നാളെ കൊടുക്കാം. ഓക്കെ. നാളെ നമുക്ക് അമാവാസിയും കൂടിയാണ്. വിജയകുമാരി മാതാജിയാണല്ലോ ഇന്ന് ഫസ്റ്റ് വന്നത്. നമസ്കാരം മാതാജി. ബിജു 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 നമസ്കാരം. സുരേഷ് മോനപ്പൻ പ്രഭു, അങ്ങയുടെ വൈഫിന് വേണ്ടി നന്നായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സമാധാനമായിട്ടിരിക്കും കേട്ടോ, ഒന്നും ടെൻഷൻ വേണ്ട. ഇന്ന് 137 ഫുഡും കൊണ്ട് നമ്മൾ പോവാം. അയ്യോ അയ്യോ, ഈ റോഡിൽ കയറിയ ഭയങ്കര കഷ്ടം. നാളെ നമ്മൾ അമാവാസിയുടെ അന്നദാനം കൊടുക്കുന്ന കൂട്ടത്തില് ഇതും കൂടെ ചേർത്ത് കൊടുക്കും. അയ്യോ, എനിക്ക് ഷൂട്ടില്ലാതെ നോക്കിക്കോളൂ. നമ്മളവിടെ എത്തട്ടെ കേട്ടോ, എത്തിയിട്ട് കൊടുക്കാം. നമ്മളെ ഗ്രൂപ്പിലിട്ട് 1 മുതൽ 137 വരെ നമ്പേഴ്സിലാണ് ഇന്ന് അന്നദാനം കൊടുക്കുന്നത്. ഞാൻ വീണ്ടും വീണ്ടും വായിക്കണ്ടല്ലോ, ക്ഷമിക്കുക. ഇന്നലെ മെനയാന്നൊക്കെ വായിച്ചു, കുറേ പ്രാവശ്യം ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു. അപ്പോൾ 1 മുതൽ 137 വരെയുള്ള സീരിയൽ നമ്പറിലുള്ള ആളുകളുടെ പേരിലാണ് ഇന്ന് അന്നദാനം പോകുന്നത്. വേണമെങ്കിൽ ഒന്ന് വായിക്കാം. വായിക്കണോ? വായിക്കണമെങ്കിൽ വായിക്കാം. വിനോദ് കണ്ണൻ, അംബ്ലി സോമൻ, അത് ഞാൻ തന്നെയാണ്. രഹന പൂരാടം, വിഷ്ണു വിശാഖം, നവീൻ ആയില്യം, ദീപ തിരുവാതിര, ശശികുമാർ തൃക്കേട്ട, ആശ വിശാഖം, വിനോദ് നേത്ത, അശ്വതി, അർജുൻ കിഷോർ തൃക്കേട്ട, അനീറ്റ മകം, മിനി പ്രശാന്ത് ചോദി, രേഷ്മ അനിഴം, അനിൽകുമാർ അത്തം, രതിൻ തൃക്കേട്ട, രണിത അവിട്ടം, ഗോകുൽ അനിഴം, ഷീബ, പ്രദീപ് കുമാർ, അശ്വതി, അനിൽകുമാർ പുണർദം, ശ്രീലത ഭരണി, നീതു കൃഷ്ണ അനിഴം, രതീഷ് അത്തം, ഷൈനി സ്വാമിദാസ് ഉത്രാടം, ആദിത്യൻ പൂരാടം, ദീപ ഉത്രാടം, ഗീത സന്തോഷ് രോഹിണി, രജിത വിശാഖം, ദീപ ചിത്തിര, നിവേദിത അനിഴം, ചേതൻ അശ്വതി, സുലേഖ ഉത്രം, സിന്ധുശ്യാം ചതയം, സാരില്ല വായിക്കാം. സിന്ധുശ്യാം എവിടെ പോയി? ഷിജു ഉത്രാടം, സൗമ്യ മകൈര്യം, ആദിദേവ് ഉത്രട്ടാതി, ഇന്ദു അനിൽ കുമാർ ഉത്രം, ധന്യ രാജേഷ് തൃക്കേട, ദേവി പ്രസാദ് പൂരുരുട്ടാതി, രാഹുൽ ഉത്രാടം, അഖില തൃക്കേട, ആരുഷ് പൂരുരുട്ടാതി, അനിൽകുമാർ ചിത്തിര, രേഖ അനിൽകുമാർ തിരുവോണം, അപർണ അശ്വതി, രാജേഷ് അനിഴം, കോമളവല്ലി ചോതി, രതീഷ് ചതയം, കൃഷ്ണപ്രിയ മകം, സ്വാതി ചോതി, കൃഷ്ണമായ തിരുവോണം, ദീപുരാജ് ചിത്തിര, സുരേഷ് ബാബു തിരുവാതിര, സാഗർ തൃക്കേട്ട, ശാന്തിനി ഉത്രട്ടാതി, ദേവദാസ് ബാലകൃഷ്ണൻ,
ശാന്തിനി തിരുവോണം, സുരേഷ് കുമാർ ചിത്തിര, അനിൽകുമാർ അനിഴം, രാധക്കുട്ടി അനിഴം, ഓമനക്കുട്ടൻ ഉത്രം, അമർജിത്ത് അനിഴം, ഷൈനി ചോതി, ഉണ്ണികൃഷ്ണൻ ചിത്തിര, പ്രണവ് മൂലം, കൃഷ്ണേന്ദു ചതയം, ഗോകുൽനാഥ് അവിട്ടം, ബേബിയമ്മ പുണർദം, വിനയപ്രസാദ് ഉത്രാടം, അതിഥി ഉത്രം, ജ്യോതി അരുൺ പൂരാടം, രാമനാഥൻ പൂയം, സൗമ്യ ആയില്യം, അരുൺ ബാബു അശ്വതി, പിന്നെ അരുൺ രോഹിണി, ശ്രീവത്സൻ ഭരണി, നിവേദ് കണ്ണൻ ചോതി, പത്മജ പൂരാടം, മാധവ് കൃഷ്ണൻ അവിട്ടം, വിജയലക്ഷ്മി മകൈര്യം, വിദ്യാശങ്കർ തൃക്കേട്ട, ശ്രീവരദ പൂരം, രാഹുൽ പൂരം, ഗീത തിരുവോണം, അശ്വതി എ സുനിൽ തൃക്കേട്ട, മിനി പുണർദം, ബീന തൃക്കേട്ട, മഹേഷ് പൂരം, ജാനകി കൃഷ്ണൻ കാർത്തിക, അരുൺ അത്തം, ആവണി രേവതി, ആദിദേവ് ഭരണി, ആയുഷ് പൂരുരുട്ടാതി, ഹിത ചോതി, വിഷ്ണുപ്രസാദ് ചിത്തിര, അതുല്യ അജികുമാർ പൂരുരുട്ടാതി, കൃഷ്ണ അനിഴം, കൃപ മകം, ജീജ ആയില്യം, ഹരികുമാർ പുണർദം, രേഖ പൂയം, ജയാമ വിശാഖം, ഐശ്വര്യ ഉത്രാടം, മായ അശ്വതി, സീന മകൈര്യം, കണ്ണൻ രോഹിണി, അഭിനവ് പൂയം, മീന അനിഴം, നയന വിശാഖം, രസ്ന അനിഴം, അർച്ചന ഐല്യം, അഖിൽ പൂരാടം, സുഷിൻ തിരുവോണം, അനിമോഹൻ വിശാഖം, ഐശ്വര്യ ഉത്രാടം, സുചിത്ര സുഭാഷ് കാർത്തിക, പ്രതീഷ് രോഹിണി, രഞ്ജിത്ത് മകൈര്യം, വിഷ്ണു അശ്വതി, ദീപുരാജ് ചിത്തിര, ദേവദാസ് മൂലം. വാങ്ങമ്മ ഫുഡ് എടുത്ത് വാങ്ങപ്പ അതോ കൊടുക്കറ എന്താങ്ങമ്മ തര 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 എന്താ ബിന്ദമ്മ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങുമോ പുറത്തേക്ക്? ഇപ്പൊ ബാക്കി വായിച്ചു തരാട്ടോ. அப்பா கொடுக்கவா? தண்ணி இதுல இருக்கப்பா. ஒன்னு வேணுமா ரெண்டு வேணுமாப்பா? ரெண்டு தரேன். இந்தாங்கப்பா. போதுமாப்பா? சரி வாங்கிக்கோங்க அம்மா. ஒன்னு போதுமா அம்மா? ஒன்னு போதுமா? இதோ दो 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 தம்பி இன்னும் வேணுமா? இந்தாங்கம்மா. என்னப்பா என்னாச்சு? தண்ணி அதுக்குள்ள இருக்கு. இதோ குடுக்கறேம்மா கொடுக்கறேன். ஆமாப்பா அவங்க சாப்பிடட்டும்ப்பா. இதோ தரேம்மா. என்னம்மா ஹலோ நல்லா இருக்கம்மா நல்லா இருக்கம்மா. ஓகே அம்மா. ஆமா அம்மா ஓகே அம்மா. அம்மா கொஞ்சம் இந்த பக்கம் வரீங்களாம்மா? இதோ தரேன். பாப்பா ஃபேஸ் என்னாச்சு? மூடி வச்சிருக்கிறேன். ஹலோ பேபி ஹலோ பேபி என்ன சொல்லும்? ஏ பட்டு ஆமா 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 கரெக்ட். போதுமாடா ஒண்ணு குடுக்கறவங்க எல்லாம் பாத்துட்டு இருக்காங்க நம்ம Facebook பேஜ்ல. அம்மா அப்பா சரி அப்பா ரொம்ப தேங்க்ஸ் அப்பா. இந்த கண்ணா ஹாய் பேபி எத்தனாவது கிளாஸ் படிக்கிறேன்? நான் எதுவும் எடுத்துட்டு வரலக்கா. இன்னும் வேணுமா கண்ணா? அப்படியா சரி எத்தனை இருக்கு? அவங்ககிட்ட நான் அந்த பக்கம் போறேன் அக்கா. இப்ப பாட்டியம்மா எப்படி இருக்கீங்க? இதோ கொடுக்குறாம்மா. இந்தாங்க. ஓகேம்மா. இன்னும் வேணுமாம்மா? இந்தாங்கம்மா. இதோ கொடுக்குறேன் அக்கா கொடுக்குறேன். பசங்களுக்கா? இந்தாம்மா. ஐயப்பா ஐயப்பா இந்தாங்க ஐயப்பா. சாமியே சரணம் ஐயப்பா. அந்த சைடு இருக்கு. தோ தோ தோம்மா. தோ தரம்மா. இந்தாங்க. ஒன்னு போதுமா? இன்னும் வேணுமாப்பா? ஒன்னு கூட வாங்கி. பாட்டி கேக்குதா? கொடுக்குறியா கண்ணா? ரெண்டு கொடுக்குறியா உங்களுக்கு? ஒரு நிமிஷம். அவரு வரும் இந்தமே. இந்தாம்மா. அம்மா அது நாளைக்கு எனக்கு ஃபுட் எடுத்துட்டு வரணும். நாளைக்கு கொடுக்கறேன் அம்மா. நானு இன்னைக்கே வீட்ல இல்ல. நாளைக்கு நான் சாப்பாடு நாளைக்கு கொண்டு வரணும்மா. நாளைக்கு கொடுத்துறேன். என்னம்மா? தேங்க்ஸ் அம்மா.
என்னம்மா உடம்பு சரியில்லையா? என்னாச்சு? அப்படியா? இந்தாம்மா கொடுங்கம்மா. ரெண்டு கூட. தேங்க்ஸ் அம்மா. வரேம்மா, பூ வாங்கிறதுக்கு வரேம்மா. இந்த அட்டையா? நாளைக்கு ஃபுட்டு கொண்டு வரணும். நாளைக்கு கொடுக்கறவாம்மா. நானு இருக்கேன் என்கிட்ட, நாளைக்கு கொண்டு வந்து கொடுத்துறேன். சரி அம்மா, சரி அம்மா வரேம்மா. நான் வரேம்மா, வரேம்மா. இதோ அந்த பக்கம் போறாங்க அக்கா. கண்டிப்பா வரேம்மா. இந்தாங்கம்மா. அதோ போறேன் நான் போறேன். அங்கதான் போறாங்க. நான் எதுவும் எடுத்துட்டு வரல அக்கா, சத்தியமா வரல. இந்த ஒண்ணுமே எடுத்துட்டு வரல. அதுதான் நாளைக்கு வரேன். சரி சரிங்க. கண்ணா வரீங்களா? ஏ செல்லக்குட்டி, சீக்கிரம் வா செல்லக்குட்டி. என்ன அப்படியா? ஐயோடா அம்மா, பார்த்து நடம்மா. என்னம்மா நீ பார்த்து நடம்மா, பார்த்து நடம்மா. இந்தம்மா. சாமி வணக்கம் சாமி. சரிங்கம்மா. இந்தாங்கம்மா, இந்தாங்கம்மா. தேங்க்ஸ் சாமி. நெத்தில இட்டு பாருங்க, நல்லா பொண்ணுக்கு ஜவ்வாது எல்லாம் கலந்து அருமையா இருக்கும். அபிஷேகம் பண்ண மகாசினி போன வெள்ளிக்கிழமை போய். ஓ அப்படியா? அவருக்கு அபிஷேகம் பண்ண விபூதி நல்லா சிறப்பா இருக்கும். சேவை பண்ணிட்டு இருக்கு, அதனால கொடுப்பேன் சுவாமி. கொஞ்சம் வாங்க மாட்டாரா? ஹாய் பேபி. சாமி அப்பா பிடிச்சிக்கோ, ஒரு நிமிஷம். இந்தாங்கப்பா, இன்னொன்று வச்சுக்கோ. சாமி எனக்கு ரொம்ப சந்தோஷமா இருக்கு சாமி நீங்க கொடுத்ததுல. நான் ஒரு ஷாக் மைண்டில் இருக்கு. இப்போ நீங்க இது கொடுத்ததுனால கடவுள் வந்து கொடுத்த மாதிரி எனக்கு. பேக்ல போட்டுருங்க முதல்ல, பேக்ல வைங்க. ஆமா வேற எங்கயாவது தவறே இருக்காது. ஆமா கண்டிப்பா சாமி. இந்தாங்க. அம்மா இனி வேணுமாம்மா? இந்தாங்கம்மா. இருங்க அப்பா, அப்பா அப்பா இருங்க அப்பா, ஒரு நிமிஷம். கொடுத்துச்சு இந்த தம்பி. இதோ ஒரு ஒரு அந்த அம்மா கொடுத்துருங்க. இந்தாங்கப்பா. தர 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 போதுமா? நீ வேணுமா? അച്ഛാ ഞാൻ അന്നദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നദാനം ചെയ്ത് കഴിഞ്ഞിട്ട് വിളിക്കാവേ. ശരി. சுவாமி இந்த கோயில்ல சுவாமி நீங்க? இந்த கோயில் தான் பள்ளியற பூஜைக்கு வருவேன். ஓ பாப்பாக்கு போறனால வெளில ஓ கிளம்பிட்டேன். அப்படியா? பள்ளியற பூஜைக்கு இருக்குதா? ஓகே. ஏங்க கூப்பிடுறாங்க பாரு. இருக்கம்மா இருக்கம்மா, ஒரு நிமிஷம். இந்தம்மா இந்தம்மா. தினமும் இங்க வருமா சாமி? தினமும் இங்க வருமா? நான் ஒரு நாளைக்கு தரிசனம் பண்றதுக்கு வரேன் சுவாமி. 8:30 மணிக்கு வாங்க. 8:30 மணிக்கா? 8:15 இங்க வாங்க. இருக்காக்கா இருக்குதா. கொடுக்குறேன். நானே சமைச்சதம்மா, நல்லா இருக்குமான்னு தெரியல. ஆமா இட்லி தான், இட்லி சாம்பார் எல்லாம் இருக்குது.
சாம்பார் இருக்காப்பா, தண்ணி எல்லாமே இருக்கு. குருவாயூரப்பனுக்கு வச்ச அவல் கூட இருக்குது. இந்த கண்ணா இந்த பாப்பா இதை எடுத்துருக்கண்ணா. தம்பி இது கொஞ்சம் கீழே இருக்கு. இந்தாங்க. ஓய் சபரிமலா சுவாமி இந்தா ஒரு நிமிஷம் ஆண்டி எடுக்கட்டும், கை வலிக்குது. இந்தாப்பா வேணுமா கண்ணா? அம்மாக்கா கண்ணா இந்தா ஒன்று கூட வச்சுக்கோப்பா. வீட்டில் வேற யாரு இருக்கு? ஓகே தர தர அங்க கொடு. சரி சரி அக்கா. மூணு பேரா? இந்தாங்க எடுத்துக்கோங்கம்மா. இந்தாங்க தம்பி. 8:15 8:30 மணிக்கு சாமிக்கு அபிஷேகம். ஏன்னா அவருடைய கவசம் எடுத்துட்டு சாமியை நிஜமேனி அபிஷேகம் நடக்கும், பால் அபிஷேகம் நடக்கும். அது முடிஞ்சுன்னா சாமி பல்லக்கில் வந்து அங்கே அம்பாளுக்கு போவார், பள்ளியறைக்கு போவார். டெய்லி 8:30 மணிக்கு நடக்கும். அப்படியா? வாய்ப்பு கிடைக்கும் போது வந்து கலந்துக்குவோம். நாளைக்கு எனக்கு ஷூட் இல்லைன்னா கண்டிப்பா நான் வரேன் சாமி. ஏன்னா டெய்லி நடக்கும் அது பள்ளியறை பூஜை. காலையில சாமி அங்கிருந்து ஐயா இங்கே வந்துடுவார், பள்ளியறைக்கு அங்கே போயிடுவாரு. ரெகுலராக நடக்கும். சாயந்தரம் வந்து 8:30 மணிக்கு சாமிக்கு அப்புறம் முடிஞ்ச பின்னாடி பிரசாதம் கொடுப்பாங்க. சரி சாமி, நான் கண்டிப்பா வரேன் சாமி. பாப்பா கிட்ட இந்த பர்த்டே விஷஸ் சொல்லுங்க. இருக்கு அங்கதான். அம்மா அம்மா வர வெளியில போகணும், அதுக்காக தான் கிளம்பி. ஓ அப்படியா? அம்மா மெனி மெனி ஹாப்பி ரிட்டர்ன்ஸ் ஆஃப் த டே டியர். ஓகே கண்ணா, நல்லா படி. நான் இப்போ சந்தியா ராகம், கார்த்திகை தீபம், அப்புறம் இது பூங்கொடி, இப்ப குக்கு எஃப்எம் பண்ணிட்டு இருக்கு. ஓகே ஓகே நமசிவாய். கண்டிப்பா சுவாமி, கண்டிப்பா கண்டிப்பா சுவாமி. இது நம்ம ஒரு ட்ரஸ்ட் இருக்கு, குருவாயூர் மஞ்சரிஸ்ன்னு சொல்லிட்டு கேரளால. அந்த ட்ரஸ்ட்ல மக்கள் வந்துட்டு டிஸ்ட்ரிபியூஷன் பண்ணுவாங்க. நான் இது சமைச்சு எல்லாருக்கும் கொடுத்துருவாங்க சுவாமி. ஏன்னா எல்லாரும் வந்து அன்னதானம் பண்ணுன்னு சொல்லுவாங்க, ஆனா யாரும் அவ்வளவு சின்சியரா பண்றது இல்லைல்ல. அதனால நம்ம இப்படி பண்றாங்க சுவாமி. இது மட்டும் எடுத்து கொடுக்கணும். சிறப்பு சிவா, எல்லாருக்கும் அது செய்யணுன்ற எண்ணம் வராது. கண்டிப்பா சுவாமி. சரிங்களா? ஆமா சுவாமி. அது ஒரு சிலருக்கு அது தோணும், அது ஒரு சில நாளாக சக்ஸஸாக பண்ண முடியும். ஏன்னா அடியாரங்களுக்கு சேவை பண்ணணும், நீங்கள் மக்களுக்கு சேவை பண்ணுறீங்க. கண்டிப்பா சுவாமி. சரி ஸ்டார்ட் ஆகிடுச்சு. சரி சுவாமி, நல்ல கண்டிப்பா சுவாமி. உள்ளதான் இருப்பேன் பூஜைக்கு, டெய்லி ரெகுலராக வந்துடும். உங்க பேரு சுமி? குமரன். நான் வந்து கூட கேட்குறேன் சுவாமி. சட்டை இல்லாமல் மாலையோட, ருத்ராட்சி மாலையோட இருப்பேன். கண்டிப்பா சுவாமி, ரொம்ப சந்தோஷம் சாமி உங்களை பார்த்தது. நம சிவாய். நம்ம வேற இடத்துக்கு போலாமா? ஒரு அம்மா மம்மி வெயிட்டிங். போலாமா? வேற இடத்துக்கு போலாமா? அம்மா கிட்ட ஆசீர்வாதம். இல்ல சார், இல்ல கிளம்புறேன். பண்ணிட்டீங்களா? வரும். சரி சார், சிவாய நம. சரி சுவாமி, நான் கிளம்புறேன். நான் அந்த பக்கம் எல்லாம் கொடுத்துட்டு வரேன். கண்டிப்பா நான் வரேன். மழை பெஞ்சாலும் சரி, யாராவது தவறிட்டா மட்டும் பார்த்துருவாங்க. மற்றபடி ரெகுலராக அந்த 8:30 மணிக்கு பூஜை நடக்கும். வாங்க, சாமி ஒரு தரிசனம் பார்க்கலாம். சரி, தான் இருப்பார் பூர்ணேஸ்வரர். உள்ள வந்துருக்கீங்களா சாமி? நான் இந்த டெம்பிளுக்கு இது வரைக்கும் வரல சுவாமி. ஏன்னா நான் நாளைக்கே மறந்தால கண்டிப்பா கன்ஃபார்மா வந்துடும் சுவாமி. சின்னதாக தான் இருப்பார். லவா குஷா இருக்காங்கல்ல? ஆமா, சீதா பிறகு. ஆமா, அவங்க பசங்க வழிபட்டிருக்காங்க. ஓகே ஓகே. அதனால தான் அவர் பேர் வந்து குஷா லவா புரீஸ்வரர். குஷா லவா புரீஸ்வரர் முனீஸ்வரன் சாமியோட பேர். குங்காலீஸ்வரர் 2 பேர். ஐயா
நடப்பாரு. இன்னைக்கு நாளைக்கு அவர் வந்து சாமி சின்னதாக இருந்தாலும் கீர்த்தி பெருசு. ஓகே, எது வேணாலும் வைங்க, அப்புறம் சொல்லுங்க கண்டிப்பா என்ன சாமி. நடக்குது அப்படின்னு. சரி சாமி, நாளைக்கு ஷூட் சொல்லி இருக்காங்க. சப்போஸ் கேன்சல் ஆன மாதிரி இருந்தா நான் நாளைக்கு கண்டிப்பா வரேன். சரி சாமி, நமஸ்தே. நம சிவாய். திருவேட்டூர் மையம் கொடுக்குறேன். பைரவர் மையம் இருக்கு, காலி ஆயிடுச்சு. இப்போ திருவேட்டூர் ஐயா கவசம் எடுத்துட்டு அந்த மையம் எடுப்பாங்க. அதாவது கார்த்திகை மாசம் வர பௌர்ணமிக்கு வந்து அவருக்கு வந்து அபிஷேகம் கிடையாது. திருவேட்டூர்ல சாமி இருக்கார் தெரியுமா? ஆமா. இவரு குட்டிடம் கொண்டார். ஆமா. அவர் வந்து ஜபாதி இதெல்லாம் சேர்த்து மைய போட்டு காட்டாரு. ஐயோ சாரி அம்மா. இந்தாம்மா இந்தாம்மா சாப்பிடுங்க. அது ஒரு அம்மாக்கு எத்தனை வேணாலும் கொடுக்குறேன், நீங்க சாப்பிடுங்கம்மா. இந்த இருங்க. சரி போதியம்மா. அது வந்து எடுத்து 3 நாள் நல்ல சாமி தரிசனம் பண்றதுக்கு ஒரு 2 ஹவர் 3 ஹவர் 4 ஹவர் ஆகும். அந்த அளவுக்கு கிரௌட் வரும். அந்த 3 நாள் மட்டும் சாமி வந்து அது குருவாயூரப்பனுக்கு நாங்க நேத்து சாமிக்கு வச்ச அவல் பிரசாதம். நேத்து குஜேல தினம்ல அவல் பிரசாதம் ஓபன் பண்ணி சாப்பிடுங்க. சரி சரி, ஓகே. அந்த மையம் வச்சிருக்கேன். அடியே நாளைக்கு வந்து பைரவர் மையம் இருக்கு, காலி ஆயிடுச்சு. அதான் தெரியும். பரவாயில்ல சுவாமி, நாளைக்கு கொடுத்தா போதும் எனக்கு. சரி, நாளைக்கு இல்லைன்னா மறுநாள் கன்ஃபார்ம் சுவாமி, நான் வந்துடுறேன். போய் பையில எடுத்து வச்சிருவேன், வாங்கிக்கோங்க. சரி சுவாமி, ஓகே சுவாமி, நமஸ்தே. சரி, வரேன். போலாமா சிவானி? வா, நாளைக்கு பேசிக்க. வா, நாளைக்கு ஃப்ரீ தான். வா, நாளைக்கு வரேன். ஆமா ஆமா, இல்ல சார். சரி. ഹരേ കൃഷ്ണ. നമ്മൾ ഇവിടെ കൊടുത്തു, ഇനിയും കുറച്ചുകൂടി കൊടുക്കാനുണ്ട്. അത് നമുക്ക് ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ട് കൊടുക്കാം. കാരണം കുറച്ച് ഇതാണ്, എന്താ പറയാ, ആരാപ്പന്നെ വിളിക്കണേ. ഇനിയും പേര് വായിക്കാണ്ടല്ലേ. ഇപ്പൊ നമ്മള് വായിച്ചത് ദേവദാസ് മൂലം വരെയല്ലേ. ഇനി നൈഷൻ തൃക്കേട്ട, മനീഷ പൂയം, കവിത ആയില്യം, ഉഷ സുരേഷ് പൂരാടം, ആർഷ മകം, രോഷിനി രോഹിണി, കൃഷ്ണകുമാർ രോഹിണി, രമേശ് കുമാർ അശ്വതി, ജിഷ രമേശ് അവിട്ടം, ഗീത രമേശ് അവിട്ടം, മിഥുൻ രമേശ് മകം, മോഹനകുമാരി ചതയം, മനീഷ പൂയം, ആദിത്യ ആയില്യം, ദേവകുമാർ, മീര അനീഴം, വിപിൻ ഉത്രാടം. അങ്ങനെ ലാലി മാതാജി എനിക്ക് മെസ്സേജ് ഇട്ട് വെക്കൂ. ഞാൻ ജിപേ നമ്പർ വേറെ തരാം. ഓക്കെ, വേറെ നമ്പർ തരാം. എൻ്റെ ഇതെന്തോ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അന്നദാനം കൊടുത്തോണ്ടിരിക്കുകയായിരുന്നല്ലോ. പലരും വന്നിങ്ങനെ ചോദിക്കുന്നു ആ മഞ്ഞക്കിഴി എന്താണ് എന്നുള്ളത്. അവർക്ക് അറിയില്ലല്ലോ. അപ്പം അത് പറഞ്ഞപ്പോഴത്തേക്ക് അവർ സന്തോഷമായി. അവർക്ക് ആരാ വിളിക്കണം. നമസ്തേ. സർ പറയൂ സർ. സർ എന്നത്തേക്കായിരുന്നു സർ? ആണല്ലേ സർ, ഞാൻ ഒരു 1 അവറിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്തിട്ട് വിളിക്കട്ടെ. നമ്മുടെ ട്രസ്റ്റിന്റെ അന്നദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ റോഡില്. അത് കഴിഞ്ഞിട്ട് ഞാൻ സാറിന് ഒരു 1 അവർ കഴിയുമ്പോഴത്തേക്കും വിളിക്കാം സർ, ചെക്ക് ചെയ്തിട്ട്. ഓക്കെ സർ, താങ്ക് യു. നമസ്തേ. ഇനിയും നമുക്ക് കൊടുക്കാനുണ്ട്. അത് നമുക്ക് വേറെ സ്ഥലത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒരു സ്ഥലത്ത് കൊടുക്കാൻ പറ്റൂലല്ലോ. ഓക്കെ, മാക്സിമം ലൈവൊക്കെ ഷെയർ ചെയ്യൂ, ക്ലാസ്സൊക്കെ കാണൂ. ഇപ്പം അന്നദാനം കുറേ നമുക്ക് പെൻഡിങ് ആയില്ലേ. അപ്പം അത് ഇന്നും നാളെയൊക്കെ ആയിട്ട് കുറച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണെന്നറിയോ, അതൊന്ന് കുറച്ചൊന്ന് കഴിയുമല്ലോ. അപ്പം അതുകൊണ്ട് ഇന്നും നാളേക്ക് ഇനിയിപ്പോൾ അന്നദാനമാണ്. ക്ലാസ് ഞാൻ എടുത്ത് തരാം, ദേവി മഹാത്മ്യം ക്ലാസ്. ഇതിപ്പോൾ അന്നദാനം ഉണ്ടാവുമ്പോൾ എന്താണെന്നറിയോ, രാവിലെ മുതൽ ഇരുന്നാലേ നമുക്ക് ഇത്രയും ഫുഡ് ആയി കിട്ടൂ, ഇല്ലെങ്കിൽ ആവില്ല. അതുകൊണ്ടാണ് ലേറ്റ് ആവും. അയ്യോ, ഇത് പിടിച്ചേ ബിന്ദുമ്മ, തലയിലോട്ട് വീഴും. അത് വെച്ച് കുത്താതെ. നാരായണ, അത് ക്ലോസ് ചെയ്യും. ഓക്കെ, ബൈ.
അപ്പം നമുക്ക് അന്നദാനം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ആവോ. അവരെല്ലാവർക്കും നമ്മൾ മുൻപേയും കൊടുത്തിട്ടുള്ളതാണ്. അപ്പം അത് നമ്മൾ അത്രയും നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും വന്ന് വാങ്ങിക്കുന്നത്. കാരണം നമുക്കില്ലേ പുറത്തൊക്കെ ഓർഡർ കൊടുക്കാം, പക്ഷെ എന്താണെന്നറിയോ, നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള നല്ല ഫുഡ് കിട്ടൂല. പിന്നെ ഉള്ളിയും വെളുത്തുള്ളി എല്ലാം ചേർക്കും. അപ്പം ഭഗവാന് സമർപ്പണം ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ശരിയാവില്ല. അപ്പം നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കണം. അപ്പം പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കൊടുക്കുമ്പോൾ അത് വൃത്തിയായിട്ട് കൊടുക്കാൻ പറ്റും. കാരണം ഫസ്റ്റ് പന്തി ഭഗവാനാണേ. അങ്ങനെയാണ് നമ്മൾ അന്നദാനം കൊടുക്കുക. അപ്പം അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി സെറ്റാക്കി കൊടുത്താലേ വൃത്തിയാവും. ഇനി இந்த ஒரு பை மட்டும்தான் இருக்கா கண்ணா? இவ்வளவுதானே? சூப்பர். ഹരേ കൃഷ്ണ. എന്താ എല്ലാവർക്കും ഒരു മൂകത? ഞാൻ പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ അയ്യര് പ്രസാദം തന്നപ്പം ഷോക്കായിപ്പോയി. അവര് അഭിഷേകം ചെയ്ത് കഴിഞ്ഞ ഒരു പ്രസാദം ആവുന്ന എപ്പോഴും ബാഗിൽ ഉണ്ടാവുന്നതാണെന്നൊക്കെ പറഞ്ഞ് തന്നപ്പോഴേ വെച്ചോളൂ നന്നായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിപ്പോയി. അയ്യോ, നമ്മളൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതല്ലേ ഭഗവാന്റെ കാരുണ്യം. മഞ്ജരീസിനോടൊപ്പം എന്നും ഭഗവാൻ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണത്. എപ്പോഴും ഭഗവാനുണ്ട്, മനസ്സിലായോ? അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട ആരും. എല്ലാവരുടെ പ്രശ്നങ്ങളും മാറും. ധൈര്യമായിട്ടിരിക്കുക. ഈശ്വരനുള്ള വിശ്വാസം ഒരിക്കലും കൈവെടിയാതിരിക്കുക. കുറേ കാലം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഭഗവാൻ വിചാരിക്കും കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വലിയതൊന്നും ഇല്ല. നമ്മുടെ എല്ലാവരുടെ മനസ്ഥിതി അങ്ങനെയാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, സാഹചര്യവും പിന്നെ എല്ലാം ആരോഗ്യം എല്ലാം അങ്ങനെ ആവുമ്പം എല്ലാവരും ഈശ്വരനിൽ നിന്ന് ചില സമയത്ത് സ്കിപ്പായി പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് വരാതെ ഉറച്ചു നിന്ന് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഈശ്വരനെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ആ ഭഗവാൻ മാത്രമേ നമുക്ക് ഉണ്ടാവൂ എന്നുള്ള ആ ഒരു വ്യക്തമായ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവണം. ഒരാളും നമുക്ക് കൂടെ ഉണ്ടാവില്ല എന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുക. ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ എല്ലാവരും വിട്ടിട്ട് പോവും, അതില് സംശയമൊന്നുമില്ല. അമ്മ ഇഡ്ലി വാങ്ങിക്കോങ്ക അമ്മ. സാപ്പിട്ടിയാ? ശരി അമ്മ, ശരി. എല്ലാവരും വിട്ടിട്ട് പോവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് വിട്ടിട്ട് പോകുന്നവരാവാം, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നവരാവാം. എന്തോ ആയാലും ശരി, അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലും തളർന്നു പോകാതെ നോക്കുക. അതാ എനിക്ക് എപ്പോഴും പറയാനുള്ളത്. എപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടാതെയും തളർന്നു പോകാതെയും മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. മനസ്സെല്ലാത്തിനും ആധാരമാണ്. മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടൊരു കാലെടുത്ത് വെക്കാൻ പറ്റൂ. എവിടെയും ഒന്നിനും തളർന്നിരിക്കരുത്. എന്നെ കൊണ്ടൊന്നും നടക്കില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തതാണ്, അല്ലെങ്കിൽ എനിക്കൊന്നുമില്ല എന്ന തോന്നലൊരിക്കലും ഇരിക്കരുത്. ഉയർന്നു വരണം, ഉണർന്ന് പ്രവർത്തിക്കണം. തളർന്നു പോകാനും തളർച്ച കാണാനും ആളുകളുണ്ടാവും. ഉയർന്നു വരുന്നത് കാണാൻ ആരും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് സ്വയം ഉണരാൻ ശ്രമിക്കുക. പ്രഭാതമഞ്ജരിയൊക്കെ എല്ലാവരും വായിക്കാറില്ല. ആ കൊടുക്കലാ കണ്ണ. പാട്ടിയമ്മ സാപ്പിട്രിയാ ഇഡ്ലി? എന്താ ஐயோ வாங்க வாங்க வாங்க. அம்மா அதுல அவுல் இருக்கு, அவுல் அவுல். நான் குருவாயூரப்பனுக்கு நேத்து சமர்ப்பணம் பண்ணன அவுல் இருக்கு, ஒரு மஞ்சள் கலர் துணியில. இந்தா இந்தா இதோ குடுக்கறேன் குடுக்கறேன் இதோ குடுக்கறேன் அம்மா. അതെ ലാലി മാതാജി, ഞാൻ അന്നേ പറഞ്ഞില്ലേ മാതാജിയോട്, മാതാജി ധൈര്യമായിട്ടിരിക്കേ, കിച്ചൂട്ടൻ കൈവിടില്ല എന്ന്. നമ്മൾ എന്നും ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കില്ല, ഉറപ്പായിട്ടും കേൾക്കും. ആരെങ്കിലും വരുന്നുണ്ടോ? ഉണ്ടോ ബിന്ദമ്മ? ശരി, അപ്പോൾ ഉള്ള വാങ്ങ. നമ്മൾ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം ഭഗവാൻ അത് കേൾക്കാതിരിക്കില്ല. കാരണം ആത്മസമർപ്പണത്തോടെയുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന്
ആർക്കും സാധിക്കാത്തത്. അപ്പൊ നമ്മളത് ചെയ്യുമ്പോ ഭഗവാൻ അത് കേൾക്കാതിരിക്കില്ല. ഇഡ്ലി സാപ്പിടുறீங்களா? ഇഡ്ലി ഇഡ്ലി എന്താ താത്താക്കും കൊടുക്കണേ. ഇതാമ്മ തര തര. ആ പാട്ടിയമ്മയ്ക്ക് കൊടുക്കും. കൊടുത്തോ? ഞാന് ഇന്ന് ശരിക്കും ഫ്രീ ആവാൻ ഇനി കൊഞ്ചം ഇருக்கு തമ്പി, ഒരു 2-3 ഇருக்கு. അവളതാ ഈ അന്നദാനം ഉണ്ടാവുമ്പോഴേ അടുക്കളയിൽ നിന്ന് കയറാൻ സമയം ഉണ്ടാവില്ലേ മാതാജി? സമയമാകുമ്പോഴേക്ക് ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോകണ്ട. അപ്പൊ ഇന്നും നാളെ ഇനിയിപ്പൊ അന്നദാനത്തിന്റെ ഒരു ബിന്ദുമ്മ ഇത് കൊടുക്കും. തിരക്കാണ്. 2 ദിവസം കഴിഞ്ഞാലൊന്ന് ഫ്രീ ആവും മാതാജി. അവളതാ ഉള്ള വന്നിருங்க. முடிஞ்சிருச்சு போதும். அவ்வளவுதான் முடிஞ்சிருச்சு. கழிஞ்சாச்செல்லாம் முடிஞ்சிருச்சு. அவ்வளவுதான். ஐயோ அப்பா சாரி அப்பா, நாளைக்கு எடுத்துட்டு வரேன்ப்பா. சரி அப்பா. இல்ல இனி உറപ്പല്ല, ബാഗിലൊന്നും ഇല്ലല്ലോ. கழிஞ்சாச்சு முடிஞ்சிருச்சுன்னு சொல்லு. ஏன் இவ்வளவு நாளா தமிழ் கத்துக்கல? தமிழ் கத்துக்கினா தான் சென்னையில் வாழ முடியும், இல்லைன்னா இல்லை, அவ்வளோதான். நம்ம தூக்கிட்டு கடத்திட்டு போயிடுவாங்க. நீ மரியாதையை தமிழ் கற்றுக்கோ. இந்த பிந்தம்மா தவிர வேற யாரும் மலையாளம் பேசுறதுக்கு இல்லை. இந்த அம்மா மட்டும்தான் மலையாளம் பேசிட்டு இருக்குது. இது இப்போ மலையாளம் இல்லை, தமிழும் இல்லை, சாகடிச்சிட்டு இருக்கு தமிழை போட்டுட்டு. கடவுளே. தம்பி அக்காவுக்கு வாழைப்பழம் மட்டும் வாங்கணும். கேரளா வாழைப்பழம் இருக்குல்ல, அந்த நேந்திர வாழை சொல்லுமே. கடையில் வாங்கிக்கலாம். நேந்திர வாழைப்பழம் மட்டும் வாங்கணும். വേറെ എല്ലാം ഉണ്ടല്ലോ അല്ലേ? തേങ്ങ, പാല്, നാളെ ഉപ്പേരിക്ക് കിട്ടിപ്പോയിട്ട് അതില്ല ഇതില്ല ഞാൻ മേടിച്ച രൂപ നേരത്തെ പറയണല്ലോ ബിന്ദുമ്മേനോട്. മുരിങ്ങന്റെ എല്ലാം നേരത്തെ ഷെൽവി കൊണ്ടുവന്നില്ലേ? ആ നാളെ ഉപ്പേരി ഉണ്ടാക്കാം. നാളികേരട്ടയില് മുരിങ്ങയിലെയും പരിപ്പും കറി വയ്ക്കാം. ഫൈൻ. അതും കണ്ണിമാങ്ങ അച്ചാറും പപ്പടവും. ലഞ്ച് കഴിഞ്ഞു, തീർന്നു. നാളെ ഒരു ദിവസത്തെ പരിപാടി കഴിഞ്ഞു. ഓക്കെ നാളത്തെ ഒരു ദിവസത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ആ ടെൻഷൻ ഇല്ലല്ലോ. മുളക് ചമ്മന്തിയോ? ആഹാ, അളിയന് മുളക് ചമ്മന്തി വേണമെന്ന്. നാളെ അന്നദാനത്തിനിടെ കൂടെ നീ ഞാൻ അതുണ്ടാക്കാനിരിക്കല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നാളെ അമാവാസിയാണ് കേട്ടോ. 19-ാം തീയതി അമാവാസിയാണ്. അമാവാസിക്ക് ആർക്കെങ്കിലും, നമ്മളെ മരിച്ചു പോയ ആർക്കെങ്കിലും ഓർമ്മ വെച്ചിട്ട് അന്നദാനം കൊടുക്കണമെങ്കിൽ 1-2 അന്നദാനം തരാം. കൂടുതലൊന്നും കൊടുക്കണ്ട, 1-2 അത് മതി. കാരണം ഓൾറെഡി ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ 1-2 അന്നദാനം സാധിക്കുമെങ്കിൽ ചെയ്യൂ. നമ്മുടെ പിതൃക്കൾക്ക് അന്നദാനം, അവരുടെ സ്മരണയ്ക്കായിട്ട് എല്ലാ അമാവാസിക്കും നമുക്ക് ഓരോ അന്നദാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിതൃസ്മരണ എപ്പോഴും ഉണ്ടാവണം. നമ്മളെക്കാൾ മുമ്പേ ജീവിച്ചു പോയവർക്ക് അവരുടെ സ്മരണാർത്ഥം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മഞ്ജരീസിൽ മെസ്സേജ് ഇട്ട് വെക്കൂ. അപ്പോൾ ഞാനത് നാളെ അന്നദാനത്തിൽ കൂട്ടി ചെയ്യാം. പിന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് എനിക്ക് അവിടെ കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട്. പിന്നെ ഡിന്നർ ഉണ്ടാക്കണം. മോനുണ്ട്, ബിന്ദുമ്മയുണ്ട്. ബിന്ദുമ്മയ്ക്ക് കുക്കിംഗ് ഒന്നും അറിയില്ലല്ലോ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ കുളിച്ചിട്ട് ആദ്യം തന്നെ ഭഗവാന് ഹാരം അണിയണം. പൂജയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ചെയ്യണം. നേദ്യം കൊടുക്കണം. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ചുട്ടരച്ച ചമ്മന്തി, എക്സാക്ട്ലി മുളക് ചമ്മന്തി എന്ന് പറയുന്നത് അതാ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ചുട്ടരച്ച ചമ്മന്തി. അപ്പം അങ്ങനെയൊക്കെ. ഓക്കെ, ശരി, നാളെ കാണാം കേട്ടോ. ക്ലാസ് എടുത്ത് തരാം. ഏതെങ്കിലും ഒരു ഗ്യാപ്പിന്റെ സമയം നോക്കിയിട്ട് എടുത്തരാം. അന്നദാനം പോകുമ്പോൾ നമുക്ക് ക്ലാസ് കുറച്ച് സ്കിപ്പ് ആവും. എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ? എനിക്കറിയാം മഞ്ജരീസ് ഫാമിലി അതെല്ലാം മനസ്സിലാക്കുന്നു എന്നുള്ളത്. നാളെ കഴിഞ്ഞിട്ട് വിളിച്ചോ മാതാജി. നാളെയും കൂടെ അന്നദാനം കൊടുത്തിട്ട് മറ്റന്നാൾ ഒരു നാൾ ഞാൻ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം അന്നദാനം ചെയ്യും. അപ്പം മറ്റന്നാൾ വിളിച്ചോട്ടെ. വിളിക്കാനുള്ളവർ കുറേ പേര് ഇന്ന് വിളിച്ചവരുടെ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ, നമസ്തേ. എല്ലാവരും സമാധാനമായിട്ടിരിക്കൂ.
കിച്ചൂട്ടൻ കൂടെയുണ്ട്, പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരും, ഒരു അത്യാപത്തുകളും ഉണ്ടാവില്ല, പ്രയാസങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരാൻ സാധിക്കും കേട്ടോ. എപ്പോഴും എൻ്റെ പ്രാർത്ഥന കൂടെയുണ്ട്. ഞാൻ ആരുമല്ല പ്രാർത്ഥിക്കാൻ, എങ്കിലും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമസ്തേപ്പാ. എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കും കേട്ടോ. ഇപ്പോഴും പറയുന്നു, നമുക്ക് വയലൻസ് വേണ്ട, സൈലൻസ് മതി. എപ്പോഴും ചിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, വേദനിപ്പിക്കുന്നവരെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട കേട്ടോ. സ്വസ്ഥമായിട്ടിരിക്കും. നാളെ കാണാം. ഹരേ കൃഷ്ണ.